മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് കാനം രാജേന്ദ്രൻ പറയുമ്പോൾ ഏതു വഴിക്ക് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി വന്നിരിക്കുകയാണ് CPM-ന്. അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെ ആലോചനകൾ AK സെന്ററിൽ നടക്കുന്നുണ്ട്, എങ്ങനെയായിരിക്കും ഈ കാര്യത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയല്ലേ കാനം രാജേന്ദ്രൻ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്? തന്നെ ഇക്കാര്യത്തിൽ കുറച്ച് മുമ്പ് രാവിലെയൊക്കെ എടുത്ത നിലപാടിൽ നിന്ന് കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത് എന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. CPI സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ തന്നെ കടുത്ത നിലപാടിലേക്ക് പോകും എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. ഇക്കാര്യത്തിൽ നമ്മൾ മന്ത്രിമാരുമൊക്കെയായി ഒരു ആശയവിനിമയം നടത്തിയ ഘട്ടത്തിൽ അവർ തന്നെ വ്യക്തമാക്കുന്നത് മുമ്പ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിന് സമാനമായ രീതിയിൽ ഒരു മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന നിലപാടിലേക്ക്, അത്തരം കടുത്ത നിലപാടിലേക്ക് പോവുക എന്ന ആലോചന കൂടി നടക്കുന്നുണ്ട്. അതായിരിക്കും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുക. ഏത് തരത്തിൽ CPM ഇത്തരത്തിൽ ഒരു വിലയും നൽകാതെ തങ്ങളെ മാറ്റി നിർത്തി അവഹേളിച്ച സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അവഹേളനം ഏത് തരത്തിൽ അത് പ്രതികരിക്കണം എന്നുള്ള കാര്യമാണ് ആലോചിക്കുക. അതിലായിരിക്കും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഒരുപക്ഷെ മാറി നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI പോവുക. LDF യോഗം എത്രയും പെട്ടെന്ന് ചേരുകയും അതിൽ ചർച്ച ചെയ്യുക എന്നത് ഉൾപ്പെടെയുള്ള ഒരു നിലപാടുകൾ CPM-നെ അറിയിക്കാനും CPI ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയുമായി ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ആദ്യത്തെ പ്രപ്പോസൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഇന്ന് ഉച്ചയോടുകൂടി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പൂർണ്ണമായും ഇപ്പോൾ സർക്കാർ PM ശ്രീയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇനി ഇത്രയും എതിർപ്പ് ഏത് തരത്തിൽ പ്രകടിപ്പിച്ചാൽ തങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് CPI ആശങ്കയിലാക്കുന്നത് എന്ന് പറയുന്നത്. LDF-ൽ നിന്ന് പുറത്തു പോവുക എന്ന കടുത്ത തീരുമാനമൊന്നും എന്തായാലും CPI-യുടെ ഭാഗത്ത് നിലവിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. LDF-ൽ തന്നെ നിന്നുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള വിമർശനം, എതിർപ്പ്, ഒപ്പം തന്നെ തങ്ങളുടെ ആശയങ്ങളെ ഒരു തരത്തിലും വില കൽപ്പിക്കാത്ത CPM-നെതിരെയുള്ള പ്രചരണം ശക്തമാക്കുക, ബദൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനം, വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്നു, RSS-നെതിരെ നിലപാടെടുക്കുന്നു ഒക്കെ പറയുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി തന്നെ ഇക്കാര്യത്തിൽ RSS-നോട് സന്ധി ചെയ്യുന്ന നിലപാടുകളിലേക്ക് പോയി എന്നുള്ള കടുത്ത വിമർശനമാണ് CPI-ക്കുള്ളത്. അതുതന്നെയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി നടന്ന നേതൃയോഗങ്ങളിൽ CPI നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തത്. അതിനൊക്കെ ശേഷം ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ ഇന്നലെ നടന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉറപ്പ് നൽകിയത് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ PM ശ്രീ നടപ്പിലാക്കില്ല സർക്കാർ എന്നുള്ള ഉറപ്പ് രണ്ടാം കക്ഷി എന്ന നിലയിലാണ്, കക്ഷിയുടെ നേതാവ് എന്ന നിലയിലാണ് CPI കൗൺസിലിനെ അറിയിച്ചിരുന്നത്. പക്ഷേ ആ കൗൺസിൽ യോഗത്തെ ഇക്കാര്യം അറിയിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് സർക്കാർ PM ശ്രീയുടെ ഭാഗമായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. എന്തായാലും അത്തരത്തിൽ MV ഗോവിന്ദനുമായി ഒക്കെ ആശയവിനിമയം നടത്തിയ ശേഷം തങ്ങളുടെ അഭിപ്രായം അറിയിച്ച ശേഷം ഈ സംസ്ഥാന കൗൺസിൽ യോഗത്തെ തന്നെ ഇക്കാര്യം വിശദീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു ഒപ്പുവെക്കൽ ഉണ്ടാകുമെന്ന് LDF-ൽ CPI ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. LDF യോഗം ചേർന്നു അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചയൊക്കെ നടത്തിയോ തങ്ങളുടെ നിലപാട് ഇതാണെന്ന് ഒരുപക്ഷെ CPM അത് കർക്കശത്തോടെ പറയും എന്നുള്ളൊരു അഭിപ്രായം, എന്നുള്ള പ്രതീക്ഷയൊക്കെ CPI ഉണ്ടായിരുന്നു. പക്ഷേ മാത്രമല്ല, ഘടകകക്ഷികൾ എന്നതിനപ്പുറത്തേക്ക് CPM-നെ തന്നെ ഇത് ബോധ്യപ്പെടുത്തണ്ടേ? RSS-ന്റെ ഈ പ്രത്യയശാസ്ത്രത്തെ നോർമലൈസ് ചെയ്യുന്ന ഒരു രീതി അത് തുടരുന്നത് എത്രത്തോളം? ഇപ്പൊ തന്നെ CJP ഇല്ലെങ്കിൽ RSS CPM BJP CPM ബന്ധം എന്തൊക്കെയുള്ള രീതിയിൽ പല രീതിയിൽ ഈ കാര്യങ്ങൾ പോകുന്നുണ്ട്. പല വിഷയങ്ങളുണ്ട്, പല തരത്തിലും വലിയ രീതിയിൽ അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഈ പറഞ്ഞ സാധാരണ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഉള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ അതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇവരുടെ CPM-ന്റെ തന്നെ പ്രത്യയശാസ്ത്രത്തോട് ചെയ്യുന്ന ഒരു ചതിയായിട്ട് കൂടി കണക്കാക്കപ്പെടില്ലേ? തന്നെ 10:30 CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പാണ് V ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിന്നും ഈ PM ശ്രീ പദ്ധതിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ അത് CPM സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറിയത്. അതിൽ ഉള്ള കൃത്യമായ ബൈലോയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ വിശദീകരിക്കാനാണ് ഇത് നൽകിയത്. എന്തായാലും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഒപ്പം തന്നെ ലഭിക്കാൻ പോകുന്ന പണത്തിന്റെ എത്രയാണ് തുക എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു വിശദീകരണം അത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ MV ഗോവിന്ദൻ അറിയിക്കും. അതിനുശേഷമാകും ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് CPI-യുടെ സെക്രട്ടേറിയറ്റ് യോഗം